ഫ്രണ്ട്സ്, രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ആ പൂച്ചക്കുട്ടനാണെങ്കിൽ ഇത് അവിടെ ചുരുണ്ട് കൂടി കിടന്ന് ഉറങ്ങുകയാണ്. കാല് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ ഓട്ടവും ചാട്ടമൊന്നും ഇല്ല, അങ്ങനെ പാവം പോലെ കിടന്ന് ഉറക്കമാണ്. പൊന്നൂനാണെങ്കിൽ ഇവനെ ഇങ്ങനെ വയ്യാതെ വന്ന് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ആൾ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് അടുത്ത് തന്നെ. ഉവ്വാവ് വന്നില്ലേ കുഞ്ഞിന്, മാറുമോ? തൊടാനും പിടിക്കാനൊന്നും സമ്മതിക്കാത്തതുകൊണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അങ്ങനെ എന്തായാലും മീൻ വാങ്ങുന്ന സമയത്ത് മഴയില്ലായിരുന്നു. കൊരിയാള മീനാണ് കേട്ടോ കിട്ടിയത്. അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു. മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ കുഞ്ഞി പൂന്തോട്ടത്തിലാണെങ്കിൽ മുഴുവൻ റോസാപ്പൂക്കളാണ് കേട്ടോ. അതാണ് കൂടുതൽ. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്കൂടി മഴയും വെയിലും ഒന്നിച്ച് വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അകത്തോട്ട് കയറി. മഴയും വെയിലും ഒന്നിച്ച് വന്നാൽ പണ്ട് പറയും കാട്ടിലെ കുറുക്കൻ്റെ കല്യാണം എന്ന് കുട്ടിക്കാലത്ത് പറയുന്നതാണല്ലേ. സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തേക്ക് പോവുകയാണ്. ചെറിയ വെയിൽ വരുന്നുണ്ടെങ്കിലും നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു കേട്ടോ. കറണ്ട് അപ്പോഴപ്പോഴാ പോയി വന്നൊക്കെ നിൽക്കുകയാണ്. അതാണല്ലോ പ്രധാനപ്പെട്ടൊരു പ്രശ്നമല്ലേ മഴക്കാലത്ത്, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് വന്ന സമയത്ത് അലക്കലും മുറുക്കലും ഒക്കെ പെട്ടെന്ന് നടത്തി കേട്ടോ. അങ്ങനെ ഇതാ ജോലികളൊക്കെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാചകത്തിന് കയറി. ഇന്നത്തെ മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് പറിച്ചെടുത്ത വള്ളിപ്പയർ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അത് മെഴുക്ക് വരട്ടാമെന്ന് വിചാരിച്ചു. അതൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. അരിഞ്ഞു പെറുക്കി എടുത്തു. ഇങ്ങനെ നീളം അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ കളറിലുള്ള പയറുണ്ടല്ലോ, എനിക്ക് മെഴുക്ക് വരട്ടുന്നതാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. തോരൻ വെക്കുന്നതിനേക്കാളും അതാണ് നല്ലതെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ തോരൻ വെക്കുമ്പോൾ കുറച്ച് ചെറുപയർ കൂടി ചേർത്ത് തോരൻ വെച്ചാൽ അത് നന്നായിരിക്കും. ഞാനെന്തായാലും മെഴുക്ക് പുരട്ടാനാണ് കേട്ടോ റെഡിയാക്കിയത്. ചെറിയ ഉള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് സവോള വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ, നല്ലത് തന്നെ. പിന്നെ ചതച്ച മുളക് ഇടുന്നതാണ് കൂടുതൽ നല്ലത്. പിന്നെ വെച്ചപ്പോൾ പിന്നെ മുളക് പൊടി ഇടേണ്ടി വന്നു കേട്ടോ. എനിക്ക് ചതച്ച മുളക് ഇല്ലായിരുന്നു. പിന്നെ ആ സമയത്ത് കറണ്ട് പോയത് കാരണം നല്ല അത് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കാനും പറ്റില്ല കേട്ടോ ഉണക്കമുളക്. അങ്ങനെ ഇതാ മെഴുക്ക് പുരട്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മീൻ പൊരിച്ച് റെഡി ആയിരിക്കുന്നു. പിന്നെ സാമ്പാറും രസവും വേറെ കറികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകുന്നു. സാധാ ഒരു സിമ്പിൾ ചെയ്യണമാണ് കേട്ടോ ഇന്നത്തേത്. ഇവിടെ ചക്ക കണ്ടോ, ചക്ക വിളഞ്ഞിട്ടില്ല കേട്ടോ. വിളഞ്ഞ് വരുന്നേ ഉള്ളൂ. അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കഴിഞ്ഞ ദിവസം വെച്ചപ്പോഴത്തേക്കും നമുക്ക് അത്ര വിളഞ്ഞിട്ടില്ലായിരുന്നത്. ചെറിയ വെയിൽ വന്നപ്പോൾ ഇതാ ഒരാളവിടെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അണ്ണാറക്കണ്ണനെ നോക്കി നിൽക്കുകയാണ്. മുകളിലൊരു ചെറിയ അണ്ണാറക്കണ്ണൻ ഇരിക്കുന്നുണ്ട്. പിന്നെ അതായി 2 കുഞ്ഞൻ കാക്കകളുണ്ടല്ലോ, അതിവിടുത്തെ സ്ഥിരാതിഥികൾ തന്നെ. തൊട്ട് ഫ്രണ്ടിലെ അവിടെ റബ്ബർ മരത്തിലാണ് അവരുടെ കൂടുള്ളത് കേട്ടോ. കൊത്തും അവരുടെ ശല്യങ്ങളൊന്നുമില്ല. അവരിവിടെ വന്ന് ആഹാരം എടുക്കുക പോകും, ഇതൊക്കെ തന്നെ വരും. അടുത്ത വീട്ടിലെ കോഴിപ്പടകളാണ് കേട്ടോ. കേട്ടോ എന്തായാലും കറക്റ്റ് സമയത്ത് ഒരു കൊക്കരക്കോന്ന് വിളിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അതൊക്കെ ഇനി ഞാൻ പിടിച്ച് ഷോർട്ടാക്കും. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ ബൈ.